തിരുവനന്തപുരം മുതലപ്പൊഴി അപകടത്തിൽ കാണാതായവർക്കുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. മഴ തുടരുന്നതിനാലാണ് തിരച്ചിൽ നിർത്തിയത്. കാണാതായ 2 പേർക്കായി നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. വിഴിഞ്ഞത്തു നിന്നും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലടക്കമാണ് ഇന്ന് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്നു. പ്രശാന്ത്, നമുക്കറിയാം ഈ ഒരു അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോഴിതാ മഴയെ തുടർന്ന് അപകടത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ. അമൽ, മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത്, അതായത് അഴിമുഖത്തും പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥിരയും ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും അതോടൊപ്പം തന്നെ നാവികസേനയുടെ നേവിയുടെ ഹെലികോപ്റ്ററും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നിരീക്ഷണം ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തിരച്ചിലും നിരീക്ഷണവും എല്ലാം ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി 5 മണിക്ക് ശേഷം ഇത്തരത്തിൽ പ്രദേശത്ത് കാലാവസ്ഥ മോശമാകുന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ്, അതായത് മഴ ശക്തമാവുകയും മറ്റ് കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ എത്തിയതോടുകൂടി തന്നെയാണ് തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാമെന്ന നിലയിലേക്ക് പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും എത്തുന്നത്. നാളെ രാവിലെ 5 മണി മുതൽ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഈ സ്ഥലത്ത് അഴിമുഖത്തിന്റെ പ്രദേശങ്ങളിൽ നടത്തും. അതോടൊപ്പം തന്നെ നേരം വെളുക്കുന്നതോടുകൂടി തന്നെ മറ്റ് സംഘങ്ങളും, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം തന്നെ നേവിയുടെയും മറ്റ് സംഘങ്ങളും തെരച്ചിലിനായി എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയേറെ വൈകാരികമായ ചില മുഹൂർത്തങ്ങൾ അവിടെ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തെരച്ചിൽ വൈകുന്നു എന്നാരോപിച്ചുകൊണ്ട് പ്രദേശവാസികളും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുമെല്ലാം ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അതോടൊപ്പം മറ്റ് റോഡ് അടക്കം ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. 14 മണിക്കൂറോളമാണ് ഈ രക്ഷാപ്രവർത്തനവും തെരച്ചിലും എല്ലാം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മുതലപ്പുഴയിൽ ബോട്ട് ഇല്ലാത്തതുകൊണ്ടാണ്, റെസ്ക്യൂ ബോട്ട് ഇല്ലാത്തതും അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തു നിന്നും കൊല്ലത്തു നിന്നും റെസ്ക്യൂ ബോട്ട് എത്തിക്കുന്നതിൽ കാലതാമസം ഏർപ്പെട്ടതുമെല്ലാം രക്ഷാപ്രവർത്തനത്തെ തടസ്സം ചെയ്യുകയും ഇത്തരത്തിൽ 14 മണിക്കൂറോളം വൈകിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഉച്ചയോടെയാണ്, പ്രതിഷേധം കനത്തതോടെ ഉച്ചയോടുകൂടിയാണ് ഈ കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി അതോടൊപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. വൈകിട്ടോട് കൂടി തന്നെ ഒരു 2 മണിയോട് കൂടി തന്നെ നേവിയുടെ ഹെലികോപ്റ്ററും ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആദ്യം നേവിയെ സമീപിച്ചെങ്കിൽ പോലും അവിടെ ഈ പ്രദേശത്ത് കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ അവിടേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നേവിയുടെ ഹെലികോപ്റ്ററും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്, അപകട സ്ഥലത്തേക്ക് എത്തുന്നത്. ആദ്യവട്ട തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും പിന്നീട് കണ്ടെത്താൻ കഴിയാതെ വരികയും കാലാവസ്ഥ മോശമാവുകയും ചെയ്തതോടുകൂടി തന്നെ ഇന്നത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ 5 മുതൽ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിക്കും. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരംകുളത്താണ് വിവരങ്ങൾ നൽകിയത്.